ഹലോ ഡിയേഴ്സ്, പവിത്രം പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മുടെ വിക്രത്തിലേക്കാണ് നമ്മുടെ വേദയുടെ ആ ഒരു ചേട്ടൻ എത്തുകയാട്ടോ. അപ്പൊ നമ്മുടെ വേദയുടെ ചേട്ടൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നീ എന്തായാലും നല്ല രീതിയിൽ പറഞ്ഞിട്ടൊന്നും മാറുന്നില്ല. ഇനി ഈ പൈസ നീ ഒന്ന് വെച്ച് നോക്ക്. ഈ പൈസ നീ സ്വപ്നത്തിൽ പോലും കാണാത്തതിലും വലുതാണ്. ഇനി ഇത് കുറവാണെങ്കിൽ നീ ധൈര്യമായിട്ട് പറഞ്ഞോ, ഞാൻ തന്നോളാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ വിക്രം ആദ്യം തന്നെ നീ സ്വന്തം പെങ്ങൾക്ക് വിലയിടുവാണല്ലേ നല്ല സഹോദരൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിക്രം ആദ്യം നമ്മുടെ വേദയുടെ ചേട്ടനെ ഒന്ന് പിരിയേറ്റുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ വിക്രം ആ ഒരു പൈസ മേടിക്കുന്നുണ്ട്. ശരി, ഞാൻ ഈ ഡീലില് ഉറപ്പ് എന്താ പറയാ ഓക്കെ ആണ്, ഞാൻ ഈ പൈസ മേടിച്ചോളാം എന്ന് പറഞ്ഞ് നമ്മുടെ വിക്രം മേടിക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ വേദയുടെ ചേട്ടനൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. വേദയുടെ ചേട്ടൻ ഇത് നേരെ കയറി പോയി വീട്ടിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷം, വേദ തിരിച്ചു വരുമല്ലോ ഇപ്പൊ തന്നെ. അപ്പൊ മുത്തശ്ശിക്ക് മാത്രം സങ്കടം. ഇത്ര നാളും മുത്തശ്ശിക്ക് നമ്മുടെ വിക്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമായിരുന്നു. അപ്പൊ ഈ പൈസ വിക്രം മേടിച്ചു എന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ മുത്തശ്ശിക്ക് ആകെ സങ്കടവും, വിക്രം മോശം ഒരാളാണോ, വേദയ്ക്ക് തെറ്റ് പറ്റിയല്ലോ എന്നൊക്കെ ഓർത്ത് മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. അപ്പുറത്താണെങ്കിൽ അവിടെ രാധ നമ്മുടെ വിക്രത്തിന്റെ വീട്ടിൽ ചെന്ന് എല്ലാവരോടും പറയുന്നുണ്ട്. വേദയാണെങ്കിൽ അപ്പൊ അവിടെ നമ്മുടെ ചേട്ടത്തിയും അമ്മയൊക്കെ സഹായിക്കുമായിരുന്നു തുണിയൊക്കെ അലക്കി. അപ്പൊ അവിടെ ചെന്നത് രാധ ഇതിനിടയിൽ ചെന്നിട്ട് രാധ അമ്മയെയും നമ്മുടെ ഏട്ടത്തിയും മാറ്റി വിളിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വിക്രം പൈസ മേടിച്ചതും അവര് നാട് വിടുവാൻ പോവുക, വിക്രം നാട് വിടാൻ പോകുകയാണെന്നും വിക്രത്തിന്റെ കൂടെ ഞാനും പോകുമെന്നും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മുടെ വിക്രം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു രംഗങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിക്രം ആ ഒരു ബാഗ്, ആ ഒരു വേദയുടെ ചേട്ടൻ കൊടുത്ത ഒരു പണത്തിന്റെ ബാഗ് കേട്ടാട്ടോ വരുന്നത്. അപ്പൊ ആ ഒരു ബാഗും കൈ പിടിച്ചോണ്ട് വീട്ടിലെല്ലാവരെയും അമ്മയെയും ചേട്ടത്തിമാരെയും എല്ലാവരെയും വിളിച്ചു കൂട്ടുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ആ ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത്. ഇനിയായിരിക്കും ട്വിസ്റ്റ് അല്ലെ. വേദയ്ക്ക് തന്നെ ആ ഒരു പൈസ തിരിച്ചു കൊടുത്തിട്ട് നിന്റെ ചേട്ടൻ നിനക്ക് വിലയിട്ടതാണെന്ന് പറഞ്ഞ് കൊടുക്കുന്ന രംഗങ്ങളൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ ആ ഒരു ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം വേദ ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കും അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണും. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.